യുവജനങ്ങളുടെ തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതികളും ചർച്ചയാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടി മൂവ്മെന്റിനെ അടിച്ചമർത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാതെ ലോകം ചുറ്റുകയാണെന്നും പ്രതിഷേധിക്കുന്ന യുവാക്കളുടെ ശബ്ദം ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP കുറ്റപ്പെടുത്തി. രാജ്യത്ത് കത്തിപ്പടരുന്ന തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനുമിടയിൽ രൂപം കൊണ്ട ഈ അസാധാരണ ഡിജിറ്റൽ പ്രതിഷേധം ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയ പ്രക്ഷോഭമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 2026 മെയ് പകുതിയോടെ സുപ്രീം കോടതിയിൽ നടന്ന ഒരു കേസിന്റെ വാദത്തിനിടയിലാണ് ഈ സംഭവങ്ങളുടെയെല്ലാം തുടക്കം. വ്യാജ ബിരുദങ്ങളും യോഗ്യതകളും ഉപയോഗിച്ച് കോടതികളെ സമീപിക്കുന്നവരെയും ഉദ്യോഗാർത്ഥികളെയും കുറിച്ച് സംസാരിക്കവേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ചില പരാമർശങ്ങളാണ് വലിയ വിവാദത്തിന് വഴിവെച്ചത്. തൊഴിലില്ലാത്ത ചില യുവാക്കളെ അദ്ദേഹം പാറ്റകളോടും സമൂഹത്തിലെ പാരാതങ്ങളോടും ഉപമിച്ചുവെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചു. തങ്ങൾ നേരിടുന്ന കടുത്ത തൊഴിലില്ലായ്മയെയും നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ചയെയും കുറിച്ച് കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന യുവാക്കൾക്ക് ഈ പരാമർശം വലിയ ആഘാതമായി മാറി. ഭരണഘടനയുടെ കാവലാളാകേണ്ട ഉന്നത നീതിപീഠത്തിൽ നിന്ന് പോലും തങ്ങൾക്ക് ഇത്തരം അധിക്ഷേപങ്ങളാണ് ലഭിക്കുന്നത് എന്ന ചിന്ത രാജ്യത്തെ യുവതലമുറയെ ചൊടിപ്പിച്ചു. തങ്ങളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് പിന്നീട് മാധ്യമങ്ങൾ തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്ന് വിശദീകരണം നൽകിയെങ്കിലും യുവാക്കളുടെ ഉള്ളിൽ പുകഞ്ഞ രോഷം ഒരു പുതിയ പ്രതിഷേധ രൂപത്തിന് ജന്മം നൽകാൻ പാകത്തിലുള്ളതായിരുന്നു. ചീഫ് ജസ്റ്റിസിന്റെ പാറ്റ പരാമർശത്തെ ആക്ഷേപഹാസ്യ രൂപത്തിൽ പ്രതിരോധിച്ചുകൊണ്ട് രാഷ്ട്രീയ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റും ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയുമായ അഭിജിത്ത് ദീപ്കെ 2026 മെയ് 16 സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ പേജ് ആരംഭിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടി. ഏത് കഠിനമായ സാഹചര്യങ്ങളെയും അതിജീവിച്ച് ജീവിക്കാൻ ശേഷിയുള്ള പാറ്റയെ തങ്ങളുടെ അതിജീവനത്തിന്റെ പ്രതീകമായി യുവാക്കൾ ഏറ്റെടുത്തു. വോയിസ് ഓഫ് ദ ലേസി ആൻഡ് അൺഎംപ്ലോയിഡ് എന്ന മുദ്രാവാക്യവുമായി ആരംഭിച്ച ഈ ആക്ഷേപഹാസ്യ പ്രസ്ഥാനം വെറും ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ തരംഗമായി മാറി. ഭരണകക്ഷിയായ BJPയുടെ സോഷ്യൽ മീഡിയ സ്വാധീനത്തെ പോലും പൂർണ്ണമായും നിഷ്പ്രഭമാക്കുന്ന തരത്തിലായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സോഷ്യൽ മീഡിയയിലെ അത്ഭുതകരമായ കുതിപ്പും വളർച്ചയും. വെറും 5 ദിവസത്തിനുള്ളിൽ ഇൻസ്റ്റഗ്രാമിൽ ഈ പേജിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം 15 മില്യൺ കടക്കുകയും തൊട്ടു പിന്നാലെ അത് 22 മില്യണിലേക്ക് അതിവേഗം കുതിച്ചുയരുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ BJPയുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണത്തെ വളരെ പെട്ടെന്നാണ് ഈ പാറ്റ സംഘം മറികടന്നത് എന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തി. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച കോട്ടിട്ട പാറ്റകളുടെ പ്രസംഗങ്ങളും രാജ്യത്തെ കടുത്ത തൊഴിലില്ലായ്മയെയും പരീക്ഷാ ക്രമക്കേടുകളെയും പരിഹസിക്കുന്ന തരത്തിലുള്ള മീമുകളും റീലുകളും ഇന്ത്യൻ ഇൻസ്റ്റഗ്രാം ലോകത്തെ ഒന്നടങ്കം കീഴടക്കി. വെറും ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡ് എന്നതിനപ്പുറം ഇവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ 1 ലക്ഷത്തിലധികം യുവാക്കൾ ഔദ്യോഗികമായി അംഗത്വത്തിനായി രജിസ്റ്റർ ചെയ്തതോടെ ഈ ഡിജിറ്റൽ പ്രതിഷേധം വലിയൊരു ജനകീയ പ്രസ്ഥാനമായി മാറി. ഇതോടെ വിർച്വൽ ലോകത്തെ പ്രതിഷേധം തെരുവുകളിലേക്കും വ്യാപിക്കാൻ തുടങ്ങുകയും രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും യുവാക്കൾ പാറ്റകളുടെ വേഷം ധരിച്ച് മനുഷ്യച്ചങ്ങല തീർക്കാനും വ്യത്യസ്തമായ രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും വൻതോതിൽ മുന്നോട്ട് വരികയും ചെയ്തു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അവിശ്വസനീയമായ വളർച്ച കേന്ദ്ര സർക്കാരിനെയും രാജ്യത്തെ മുൻനിര രഹസ്യാന്വേഷണ ഏജൻസികളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുകയും യുവാക്കൾക്കിടയിൽ അതിവേഗം പടരുന്ന ഈ ഭരണവിരുദ്ധ വികാരം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്ന ഭയത്താൽ കേന്ദ്ര ഭരണകൂടം കടുത്ത അടിച്ചമർത്തൽ നടപടികളിലേക്ക് കടക്കാനിരിക്കുകയാണ് ഉണ്ടായത്. ഇതിന്റെ ഭാഗമായി IT നിയമങ്ങൾ മുൻനിർത്തി CJPയുടെ ഔദ്യോഗിക X അക്കൗണ്ട് ഇന്ത്യയിലുള്ള ഉപഭോക്താക്കൾക്ക് കാണാൻ കഴിയാത്ത വിധം കേന്ദ്ര സർക്കാർ അടിയന്തരമായി ബ്ലോക്ക് ചെയ്യുകയും ലക്ഷക്കണക്കിന് യുവാക്കൾ വളരെ സജീവമായി അംഗത്വമെടുത്ത് മുന്നേറിയ പാർട്ടിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് കേന്ദ്ര IT മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള ഇടപെടലുകളെ തുടർന്ന് പൂർണ്ണമായി റദ്ദാക്കുകയും ചെയ്തു. ഈ ഡിജിറ്റൽ സെൻസർഷിപ്പുകൾക്ക് പുറമെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെയുടെ പാർട്ടിയുടെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ആസൂത്രിതമായ സൈബർ ആക്രമണത്തിലൂടെ ഹാക്ക് ചെയ്യപ്പെട്ടതായും തനിക്ക് നേരെ നിരന്തരമായ വധഭീഷണികൾ ഉയരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. പരീക്ഷാ ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP ആരംഭിച്ച ഓൺലൈൻ പെറ്റീഷനിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് 6 ലക്ഷത്തിലധികം ആളുകൾ ഒപ്പുവെച്ചതാണ് സർക്കാരിനെ പ്രകോപിപ്പിച്ചതെന്നും ഇതാണ് ഇത്രയും പെട്ടെന്നുള്ള കടുത്ത ഡിജിറ്റൽ അടിച്ചമർത്തലുകളിലേക്ക് സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.
CJPക്കെതിരെയുള്ള കടുത്ത നടപടികളെ ന്യായീകരിച്ചുകൊണ്ട് ഭരണകക്ഷിയായ BJPയുടെ പ്രമുഖ നേതാക്കൾ രംഗത്തെത്തിയതോടെ ഈ പ്രസ്ഥാനത്തിന് പിന്നിൽ വിദേശ ശക്തികളുടെ വലിയൊരു ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം സർക്കാർ ശക്തമാക്കി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൽ 49% പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്നും വെറും 9% ആളുകൾ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ഇവരെ പിന്തുണയ്ക്കുന്നതെന്നും കേന്ദ്രമന്ത്രി സുകാന്ത മജുംദാർ കണക്കുകൾ നിരത്തി ആരോപിച്ചു. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക രാഷ്ട്രീയ വളർച്ചയെ തകർക്കാൻ വിദേശത്തു നിന്ന് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഒരു ഡിജിറ്റൽ അജണ്ടയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. കേരളത്തിലെ BJP നേതാക്കളും ഈ വാദത്തെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തെ അട്ടിമറിക്കാൻ വിദേശ ഫണ്ടിംഗ് കൈപ്പറ്റുന്ന ചില മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാക്കളും ഈ പാറ്റ പ്രസ്ഥാനത്തെ വഴിവിട്ട് സഹായിക്കുകയാണെന്നും ഇത്തരം വിദേശ അജണ്ടകൾക്ക് മുന്നിൽ രാജ്യം ഒരിക്കലും തല കുനിക്കില്ലെന്നും BJP നേതൃത്വം കൂട്ടിച്ചേർത്തു. കോക്രോച്ച് ജനതാ പാർട്ടി മൂവ്മെന്റിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ സൈബർ അടിച്ചമർത്തലുകളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP രംഗത്തെത്തിയതോടെ ഈ വിഷയം ശക്തമായ രാഷ്ട്രീയ പോരാട്ടമായി മാറി. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ കേന്ദ്ര നയങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകം ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ അതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരുവിധ ഫലവുമില്ലെന്നും കുറ്റപ്പെടുത്തി. രാജ്യത്ത് പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ ഒരു സർക്കാർ പോലും ഇല്ലാത്ത അവസ്ഥയാണെന്നും പെട്രോളിന്റെയും ഡീസലിന്റെയും വില പ്രതിദിനം കുതിച്ചുയരുമ്പോഴും ജനങ്ങളുടെ ദുരിതങ്ങൾ കാണാതെ പ്രധാനമന്ത്രി ഒരു തയ്യാറെടുപ്പുമില്ലാതെ ആഘോഷങ്ങളിലും വിദേശയാത്രകളിലും മുഴുകിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. രാജ്യത്ത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കടുത്ത രീതിയിൽ രൂക്ഷമാണെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം ചെറുപ്പക്കാരെ ഇത്തരം കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടുന്നതിന് യഥാർത്ഥത്തിൽ ഉത്തരവാദി ആരാണെന്ന് കേന്ദ്രത്തോട് ചോദ്യം ചെയ്യുകയുണ്ടായി. നിലവിൽ പ്രകടമാകുന്നത് സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്ന യുവജന രോഷമാണെന്നും ഇത്തരം ആശയങ്ങളെ പോസിറ്റീവായി എടുത്ത് തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം CJP മൂവ്മെന്റ് ഡിജിറ്റൽ ഗുണ്ടായിസത്തിലൂടെ അടിച്ചമർത്താനല്ല കേന്ദ്രം ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരീക്ഷാ പേപ്പർ ചോർച്ചയും ഉദ്യോഗാർത്ഥികളുടെ ആത്മഹത്യകളും പരിഹരിക്കാൻ തയ്യാറാകാത്ത ഭരണകൂടം അതിനെതിരെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ശബ്ദമുയർത്തുന്ന പാറ്റകളെ പോലും ഭയപ്പെടുകയാണെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. CJP ഒരു സ്വതന്ത്ര യുവജന പ്രസ്ഥാനമാണെന്ന് സ്ഥാപകൻ അഭിജിത് ദീപ്കെ അവകാശപ്പെടുമ്പോഴും ഇതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടകളുണ്ടെന്ന ആരോപണവും ശക്തമാണ്. അഭിജിത് ദീപ്കെ മുൻപ് ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. 2011 രാജ്യത്തെ ഉലച്ച ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ പോലെ പ്രതിപക്ഷ ഇടം പിടിച്ചെടുക്കാൻ AAP ആസൂത്രണം ചെയ്ത ഒരു നിഴൽ പ്രസ്ഥാനമാണിത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരായ സന്ദീപ് മനുദാനെ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ CJPയെ പിന്തുണച്ചിരുന്ന മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ആശിഷ് ജോഷി ഈ പ്രസ്ഥാനത്തിന്റെ AAP ബന്ധത്തെക്കുറിച്ചുള്ള വ്യക്തത ആവശ്യപ്പെടുകയും കൃത്യമായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് പാർട്ടിക്കുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ തനിക്ക് നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ലെന്നും രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ യുവാക്കളുടെ തൊഴിൽ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നതെന്നുമാണ് അഭിജിത്ത് വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത വിധത്തിലുള്ള ഒരു പുതുതലമുറ ഡിജിറ്റൽ പ്രക്ഷോഭത്തിനാണ് കോക്രോച്ച് ജനതാ പാർട്ടി വഴി തുറന്നിരിക്കുന്നത്. കടുത്ത അടിച്ചമർത്തലുകൾക്കിടയിലും വെബ്സൈറ്റുകൾ പൂട്ടിയിട്ടും പുതിയ ബാക്കപ്പ് അക്കൗണ്ടുകളിലൂടെയും AI മീമുകളിലൂടെയും ഈ പ്രസ്ഥാനം വീണ്ടും സജീവമാകുകയാണ്. യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ എന്ന ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നത്തെ രാജ്യാന്തര ഗൂഢാലോചന എന്ന് വിളിച്ച് തള്ളിക്കളയാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ അതിനെ സർക്കാരിനെതിരെയുള്ള ശക്തമായ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. വരും ദിവസങ്ങളിൽ ഈ ഡിജിറ്റൽ പാറ്റ സമരം തെരുവുകളിലേക്ക് കൂടുതൽ ശക്തമായി പടരുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഡിജിറ്റൽ മീമിൽ നിന്ന് തുടങ്ങി ഇന്ത്യൻ ഭരണകൂടത്തെ വരെ വിറപ്പിക്കുന്ന തരത്തിലേക്ക് വളർന്ന CJPയുടെ അടുത്ത നീക്കങ്ങളെയാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.